കൊടുക്കാനാണല്ലോ ഇന്നത്തെ വിഷയം. അപ്പോ നമ്മളിപ്പോ തസ്ബീഹ് ചെല്ലുന്നുണ്ട് അല്ലാഹുമ്മ സബ്ബിത്ഹു സുബ്ഹാനക എന്ന് പറഞ്ഞിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് ചൊല്ലിയതല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി എന്താ ചെല്ലാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെല്ലുന്ന കാര്യമാണല്ലോ. ചോദ്യം ജവാബ് എന്ന് പറയുന്നത് ഈ പണ്ഡിതനിൽ നിന്ന് വന്നതാണ് എന്നുള്ളതാണ് പറയേണ്ടത്. ഇങ്ങനെ ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലല്ലോ. അതേ സമയം ഈ മയ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇങ്ങനെ ഒരു ഇത് വന്നത്. ചോദ്യം മനസ്സിലായി കാണും. ചോദ്യം വ്യക്തമാണ്. തസ്ബീത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ തസ്ബീത്ത് ഏത് പണ്ഡിതനിൽ നിന്ന് വന്നതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട വ്യക്തി ഖബറിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സലൂലഹു തസ്ബീത്ത്, നിങ്ങൾ അദ്ദേഹത്തിന് നല്ല സ്ഥൈര്യം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഖബറിന് ഇടുക്കമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് മഗ്ഫിറത്തിന് വേണ്ടി മർഹമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്താണ് ഒരാൾ ചെയ്യേണ്ടത്, ഒരാൾ ചൊല്ലേണ്ടത് എന്ന് നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ ആരോ ഒരാൾ ചെയ്ത പ്രവർത്തനമാണ് ഈ തസ്ബീത്തിൻ്റെ വാചകങ്ങൾ ഉണ്ടാക്കൽ. എന്തുകൊണ്ട് മലയാളത്തിലെ കേരളത്തിലെ ഒരാൾ ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ പറയുന്നു? കേരളത്തിന് പുറത്തേക്ക് പോയാൽ, ഇന്ത്യയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ ഈ തസ്ബീത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ് എന്ന് തുടങ്ങുന്ന ഈ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് ഉണ്ടാക്കിയ ആൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വകയായിട്ട് കൂട്ടിച്ചേർക്കുകയോ മറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ ഒരു കബറാളിക്ക് ആവശ്യമുള്ളത്, ഇതിനൊക്കെയാണല്ലോ അദ്ദേഹം വിധേയമാകുന്നത് എന്ന ഒരു നല്ല ഉദ്ദേശത്തിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തതാണ്, ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള ആ സമയത്ത് അദ്ദേഹത്തെ എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടി ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒന്നാണ്. ആരെങ്കിലും ആ പ്രാർത്ഥന തസ്ബീത്ത് ചൊല്ലുന്ന സമയത്ത്, ഇത് പറയുന്ന സമയത്ത് ഈ പ്രാർത്ഥനയ്ക്ക്, ഈ ലഫ്ലുകൾക്ക് വല്ല മഹത്വവുമുണ്ട് എന്ന് വിശ്വസിക്കുകയോ അതൊരു പുണ്യമാണ് എന്ന് വിശ്വസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബിദ്അത്തായി വരും. ഒരാൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഖബറാളിക്ക് ആവശ്യം, ഈ മറമാടുന്ന വ്യക്തിക്ക് ആവശ്യം എന്ന നിലക്ക് ആ പദങ്ങൾ ഉപയോഗിച്ചു എന്നതുകൊണ്ടൊരു തെറ്റ് പറയാൻ വയ്യ. എന്നാൽ അത് സ്ഥിരമായി അതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കുകയും അതിനൊരു പ്രത്യേക ഓർഡർ തന്നെ അത് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമല്ല. ഒന്ന്. രണ്ട്, നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്ന തസ്ബീത്തിൻ്റെ ഒരു രൂപമുണ്ട്. ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ളവരിങ്ങനെ ഏറ്റു ചൊല്ലുക, അതല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഉറക്കെ ചൊല്ലുക. ഇത് രണ്ടും ശരിയല്ലാത്തൊരു പ്രവർത്തനമാണ്. ഇത് രണ്ടും ശരിയല്ല. തസ്ബീത്ത് ചൊല്ലേണ്ടുന്നത് ഓരോരുത്തരും അവരവരുടെ ചുണ്ടും നാവും അനക്കി ആത്മാർത്ഥമായി ശബ്ദം പുറത്തേക്ക് അങ്ങനെ കടന്നു വരാത്ത രൂപത്തിൽ ചൊല്ലുക എന്നതാണ് തസ്ബീത്ത് ചൊല്ലുന്നതിൻ്റെ ശരിയായ രൂപം. അതിന് ഈ പ്രത്യേക നമ്മുടെ നാടുകളിൽ ചെല്ലുന്ന രൂപത്തിലുള്ള പ്രത്യേകമായ വാചകങ്ങൾ വേണ്ടതില്ല. മറിച്ച് നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അറബി തന്നെ ആകേണ്ട ആവശ്യമില്ല. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് സ്ഥൈര്യം നൽക്, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽക് എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്ക്, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്ക് എന്ന് തുടങ്ങി ഓരോരുത്തർക്കും അവനവന് കഴിയുന്ന രൂപത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. അതിന് അറബി വാചകം തന്നെ വേണമെന്നില്ല. അതുകൊണ്ട് ഈ വാക്കുകൾക്ക് ഒരു അപ്രമാദിത്വം കൽപ്പിക്കുന്ന, അതിനൊരു മഹത്വം കൽപ്പിക്കുന്ന രൂപമേ പാടില്ല. അതിങ്ങനെ ഉറക്കെ ചൊല്ലി ബാക്കിയുള്ളവർ ഏറ്റുചൊല്ലുന്ന രൂപം പാടില്ല. എല്ലാവരും കൂടി കൂട്ടമായി ഉറക്കെ ചൊല്ലുന്ന രൂപവും ഒന്നും ശരിയല്ലാത്തതാണ്. മറിച്ച് ഓരോരുത്തരും അവരവരുടെ ശബ്ദം അവരവർ കേൾക്കുന്ന രൂപത്തിൽ വളരെ പതുക്കെ ചൊല്ലുക എന്നതാണ് അതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അലം. വ്യക്തമായിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഇയ്യാക്കും റേഡിയോ അൽ ഇജാബയിലേക്ക് വിളിച്ചതിന് നന്ദി. അൽഹംദുലില്ലാ.
തസ്ബീത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷനാണ് നടന്നത്. അൽഹംദുലില്ലാ. പൊതുവെ നമ്മുടെയൊക്കെ നാടുകളിൽ ഇങ്ങനെ ഒരു ചൊല്ലാറുണ്ട്. ഒരു പുണ്യം പ്രതീക്ഷിച്ച് ചൊല്ലുമ്പോൾ അതൊരു വിദഅത്തായി മാറും. ആ വാക്കുകൾക്കൊരു പുണ്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് തന്നെയാണ് ചെല്ലേണ്ടത് എന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വാചകം പഠിപ്പിച്ചിട്ടില്ല. തസ്ബീത്തിനെ ചോദിക്കണം എന്ന ഒരു പൊതുവായ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ജസാക്കുമുല്ലാഹു ഖൈറ.